ഹലോ ഫ്ലൈവിലേഴ്സ്, ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ വേർത്തിലാണ്. വേർത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് പ്ലാന്റ് ഉള്ള സ്ഥലമാണ്. അത് മെർസിഡീസ് ബെൻസിൻ്റെ ട്രക്ക് പ്ലാന്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് കുണ്ടൻ സെൻറ്റർ എന്ന് വരും. അത് മെർസിഡീസ് ബെൻസിൻ്റെ കസ്റ്റമർ സെൻറ്ററാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ട്രക്ക് ഓടിക്കാണ്. കാണുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ ഒരു ക്യാരക്ടറെല്ലാം പോകുന്നു തോന്നിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഡിസൈനും അങ്ങനെയാണ്, ഫേസ് ഇല്ല, ഒരു ലോഗോ മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ ഒരു അയൺമാൻ എന്തൊക്കെയാണല്ലോ തോന്നിക്കുന്നത്. പക്ഷേ ഇതാണ് മെർസിഡീസിൻ്റെ പുതിയ ആക്ട്രോസ് 600 എന്ന് പറഞ്ഞ മോഡലാണ്. ഇലക്ട്രിക് ട്രക്കാണ്, ലോങ് റേഞ്ച് ട്രക്കാണ്, പുതിയ ഒരു ഫേസിയോടുകൂടി വന്നിരിക്കുന്ന ട്രക്കാണ്. ഇതിലിപ്പോൾ ഗ്രാഫിക്സ് കൊടുത്തത് ഇതിൻ്റെ അതായത് സ്റ്റൈലിങ്ങിന് വേണ്ടി കൊടുത്തതാണ്. പക്ഷേ എൻ്റെ എല്ലാത്തുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പുതിയ ആക്ട്രോസ്. ഇതിൻ്റെ ഫസ്റ്റ് മീഡിയ ഡ്രൈവ് ഇവിടെ നടക്കുകയാണ്. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. സോ നമ്മളിപ്പോൾ വീണ്ടും ഹൈവേ കയറി. ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്ന ഓട്ടോബാനിലുള്ളത്. അപ്പോൾ ഈ ആക്ട്രോസിൻ്റെ കുറേ സവിശേഷതകളുണ്ട്. അതിലിപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പവർ ട്രെയിനാണ്. ഇതിന് ഈ ആക്ട്രോസ് 600 എന്നാണ് പറയുന്നത്. 600 എന്ന് പറയാൻ കാരണം 600 പണ്ടുള്ള പോലെയല്ല, ഇത് ബാറ്ററി പാക്കിൻ്റെ 600 kWh ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഏകദേശം വരുന്നത് ഏകദേശം 800ഓളം HP വരുന്നുണ്ട്, വിച്ച് ഇസ് ലൈക്ക് 600 kW. അത് പവർ മോഡിലാണ് കിട്ടുക. അല്ലാത്തപ്പം ഏകദേശം 400 kW നിൽക്കുക. അതാണ് ഇവരുടെ ഒരു സെറ്റിങ്സ് വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് പവർ ട്രെയിനിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇപ്പം നമ്മൾ പോകുന്നത് പവറല്ല, ഇക്കോ മോഡിലാണ്. ഇക്കോ മോഡിൽ പോകുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഈ ഒരു ട്രക്കിലെല്ലാം 16 ഗിയറിലുണ്ടായപ്പം ഹൈ റേഷ്യോ ലോ റേഷ്യോ ആയിട്ട് നിന്നിരുന്നു. അതിന് പകരം ഇതിൽ ഒരു 3-4 സെറ്റിങ്ങിൽ നിൽക്കണം. ഇപ്പോൾ 4 പോകുന്നത് ഭയങ്കര ഫ്രീ ആയിട്ട് കോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ആണെങ്കിൽ PPPയിലിട്ട് ഫുള്ള് പെഡലിൽ വിട്ടിട്ട് ഓടിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടിയും റേഞ്ച് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ സ്പീഡ് കുറയുമ്പോൾ 2-ലെത്തും. ഹെവി ലോഡായിട്ട് വരുന്ന സമയത്ത് കാറ്റിൽ വരുമ്പോൾ 1-ലേക്ക് മാറിയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് റേഷ്യോയിൽ നിൽക്കും. ഇപ്പോൾ ഈ ട്രക്കാണെങ്കിലും 42 ടണ്ണ് 42 ടൺ ഇതിലുണ്ട്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ട്രക്കാണ്. 40 ഫീറ്റ് ട്രailer-ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ റോഡിലെല്ലാം ഓടിക്കുമ്പോൾ ശരിക്കും ആ സൈസ് മനസ്സിലുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പോൾ വേറെ ഗുണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിൽ വന്നിരിക്കുന്ന ഫുള്ള് മിറർ ക്യാമാണ്. മിറർ ക്യാം 2 ആണ് ഇതിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ്. സാധാ മിററിനേക്കാളും വളരെ യൂസ്ഫുള്ളാണ് ഈ മിറർ ക്യാം. കാരണം ഈ മാർക്കിങ്, അതുപോലെ തന്നെ കുറച്ചൊന്ന് നമ്മൾ ടേണലിലിരിക്കും ട്രailer-അനുസരിച്ച് ട്വിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ടിൽറ്റ് ആവുന്നതെല്ലാം നമുക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ റീക്യൂപ്പറേഷനിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 ലെവലിലാക്കി കഴിഞ്ഞാൽ ഞാൻ കൺട്രി റോഡിലേക്ക് വേറെ ഇൻ്റർസെക്ഷനിൽ കയറിയപ്പോൾ അതിൽ പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക് ഇല്ലാത്തൊരു ഫീല്, അതാണ് നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോഴൊരു ഫീലുള്ളത്. ഇതെല്ലാം ഈ മിറർ ക്യാമിൽ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇത്രയും ലോങ് ട്രക്ക് ഓടിക്കുമ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര നാരോ ലെയിനല്ല വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് 5 ലെവലിലേക്ക് നമുക്ക് റീക്യൂപ്പറേറ്റ് ചെയ്യാം. മുമ്പ് നമുക്ക് റിട്ടാർഡർ ക്ലച്ച് ഉണ്ടായിരുന്നു, ടർബോ റിട്ടാർഡർ ക്ലച്ച് SLTയിലെല്ലാം കണ്ട. അപ്പോൾ അതിൻ്റെ അതേ പർപ്പസ് വരും. ഇപ്പോൾ ഇറക്കത്തിലൊന്നും ഞാൻ ബ്രേക്ക് ചെയ്യേണ്ട, നമുക്ക് ബാക്ക് ബ്രേക്കിംഗ് വരും. പക്ഷെ നമ്മൾ ഹൈവേയിലേക്ക് കയറുന്നതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ്. നമുക്ക് ശരിക്കും പവറിൽ തന്നെ പോവാം. ഇപ്പം 3-ലായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിൽ കയറാം. ഇതെല്ലാം വാർണിങ്സാണ്. ഇതിപ്പോൾ പോയി കഴിഞ്ഞ് വണ്ടി ഒന്ന് കുറച്ച് നീങ്ങുമ്പോൾ ഒരു ചെറിയൊരു ജമ്പ് മാറി വരും. അപ്പോൾ അത് നേരെ 4-ലേക്കാവും. അതെന്താ വെച്ചാൽ ഇതിപ്പം പ്രോട്ടോടൈപ്പാണ്, കുറച്ചുകൂടി ഫിനിഷിംഗ് എല്ലാം ബാക്കിയുണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ പ്രോട്ടോടൈപ്പിലായതുകൊണ്ട് ചെറിയ ജർക്കുള്ള, അല്ലെങ്കിൽ ആ ജർക്ക് അറിയാതെ തന്നെ മാറും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ വീണ്ടും നമുക്ക് അത് കോസ്റ്റ് ചെയ്ത് പോവാം. ഫുള്ള് നമുക്ക് ക്രൂസ് കൺട്രോൾ ഇട്ട് പോകാൻ പറ്റുമ്പോൾ നമുക്ക് ആ ഗുണമുണ്ടല്ലോ, അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാബിൻ ഇപ്പോൾ ഒരു സൈസാണ് വരുന്നത്. അത് L-ൽ വന്നിരിക്കുന്ന ക്യാബിനാണ്. അപ്പോൾ ആ ക്യാബിൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇപ്പോൾ സീറ്റും സ്റ്റിയറിംഗ് എല്ലാം മുമ്പ് നമ്മൾ ആക്ട്രോസ് L-ൽ കണ്ട പോലെ തന്നെയുള്ള ആ സീറ്റിംഗ് എല്ലാം വന്നിരിക്കുന്നത്. ഈ പുതിയതല്ല, ഈ ഒരു ഫേസോട് വന്ന ആക്ട്രോസ് L-അല്ല, നമ്മൾ മുമ്പുണ്ടായിരുന്ന ആക്ട്രോസ് L-ൽ ഉണ്ടായിരുന്നു അതേ തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ മുമ്പ് കൊണ്ടുവന്നാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ അറോക്സ് SLT എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവരും ഡാംലർ ട്രക്ക് ടീം വരെ എന്നെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത്. പിന്നെ നമ്മുടെ ട്രക്ക് ചാലഞ്ച്, ഇതെല്ലാ വീഡിയോസിനും ലിങ്ക് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം കാണാം. ഞാൻ എന്തായാലും നല്ല രീതിയിൽ ഇതിങ്ങനെ ആസ്വദിച്ച് പോവാണ്. ഭയങ്കര ഫൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ട്രക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക് ഭയങ്കര കുറവാണ്, വണ്ടി തന്നെ പലതും ചെയ്യും. പക്ഷേ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് ആ ഒരു ഗ്രൗളുള്ളൊരു സൗണ്ടിൻ്റെ ഒരു ഫീല്, എന്താ പറയുക നോയ്സ് എല്ലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീലുണ്ടല്ലോ, അത് മിസ്സിങ് ആണ്. ആകെ വരുന്നത് ഈ വിൻഡ് നോയ്സും
പിന്നെ ട്രയലറിൻ്റെ കുറച്ച് ലോഡുള്ളതുകൊണ്ട് ചില വാഷർ റോഡിലുള്ള ചെറിയ ഒരു കരച്ചിലും കരിച്ചിലെല്ലാം ഉണ്ട്, അത് മാത്രമുണ്ട്. ഈ വിന്നോയ്സ് പക്ഷേ ആക്ച്വലി ഇവരിപ്പോൾ വളരെ കുറഞ്ഞായിട്ട് ക്ലെയിം ചെയ്യുന്നത്. കാരണം ഒന്നാമത് വലിയ മിററിൻ്റെ ബ്ലോക്ക് പോയി, മിറർ ക്രാമായി, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡ്രാഗ് കുറഞ്ഞു. പിന്നെ പുതിയ ഈ ക്യാബിലും ഡ്രാഗ് പോഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ആ ഡിസൈനിൽ ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഡ്രൈവ് കഴിഞ്ഞ് വന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ നല്ലൊരു ഡ്രൈവ്, ഹൈവേ കൺട്രി റോഡെല്ലാം മിക്സ് ആയിട്ട് വന്ന്. ഇനി നമ്മൾ ഡിസൈൻ നോക്കാം. ഞാൻ ഇവിടെ കണ്ടൻസ് സെൻറ്ററിൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഈ ട്രക്ക് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നേരത്തെ പുറത്ത് കാണിച്ച ആ ഗ്രാഫിക്കൊന്നും ഇല്ലാതെ റിയൽ ട്രക്ക് കാണിക്കുക. സോ ഇങ്ങനെയാണ് പുതിയ ഈ ആക്ട്രോസ് 600 ഉണ്ടാവുക. സോ ദിസ് ഡിസൈൻ ലൈക്ക് അമേസിങ്, ശരിക്കും ഒരു പീസ് ഓഫ് കേക്ക്, പീസ് ഓഫ് ബട്ടർ എന്നെല്ലാം പറയാം. എങ്കിലും ഒരു സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ ലൈക്ക് ഫേസാണ് വന്നിരിക്കുന്നത്. മെയിൻലിയും ഈ ഒരു ഫ്രണ്ടിൽ കണ്ടാൽ ആകെ ഒരു ലോഗോ ഉള്ളൂ. നേരത്തെ ബെൻസിൻ്റെ ട്രക്കിൽ അറോക്സിലാണെങ്കിൽ അട്രോക്സിൽ വലിയ ഗ്രില്ലെല്ലാം വന്നിരുന്നു, അതെല്ലാം കംപ്ലീറ്റ്ലി പോയി. ക്ലീൻ ഫേസ്. ഫോട്ടോയിൽ ഞാൻ അതുപോലത്തെ വീഡിയോ കണ്ടതിനേക്കാൾ ആ ഒരു കേവും വളവെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. നേരിട്ടാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ഉണ്ട്. പക്ഷേ രണ്ട് ടൈപ്പ് ഡിസൈൻ. അപ്പം അട്രോസിൻ്റെ അറോക്സിന് ഉണ്ടായിരുന്ന ഡിസൈനാണോ ഇപ്പോൾ ഇതിലുള്ള ഡിസൈനാണോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കമൻറ്റിൽ പറയണം. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഡിസൈൻ ഫ്രണ്ട് ഒരു വലിയ ലോഗോ ഉണ്ട്. വെറും ലോഗോ കൊടുത്താൽ ഇവിടെ ഒരു എയർ സ്കൂപ്പ് ഉണ്ട്. ഒരുപാട് എയറോഡൈനാമിക്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഫേസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ ഈ ഒരു എയർ വെൻറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ എല്ലാം പുതിയൊരു മെഷ് ഗ്രിൽ കൊടുത്തിട്ടുണ്ട്. ഈ DRL ഇവിടെ ത്രൂ ഔട്ട് നിൽക്കുന്നുണ്ട്. അതും തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഷേപ്പെല്ലാം മാറി ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് ഇൻവേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്. ഇതിൽ LED ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റഡാർ കാണാം, അല്ല ഷോർട്ട് റേഞ്ച് റഡാറാണ്. ഇവിടെ ലോങ് റേഞ്ച് റഡാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയും റഡാറെല്ലാം ഫംഗ്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്രൂസ് കൺട്രോളും മറ്റുള്ള ഫീച്ചേഴ്സും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ സൈഡ് റഡാർസ് ഈ പറഞ്ഞ സാധാരണ പെഡസ്ട്രിയൻസും സൈക്ലിസ്റ്റിനും എല്ലാം കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ സാധാരണ ഒരു എയർ സ്കൂപ്പ് ഉണ്ടായിരുന്നു, അത് മാറി ഇവിടെ പോയിട്ടുണ്ട്. അത് ആക്ച്വലി എയർ ഫ്ലോ എല്ലാം കൂട്ടി ബെറ്റർ ആക്കിയിട്ട് അതുപോലെ തന്നെ സൗണ്ട് കുറയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ 600 എന്നുള്ള ലോഗോ ഞാൻ നേരത്തെ പറഞ്ഞാൽ 600 kWh ആണ്. ഇവിടെ എല്ലാം സ്റ്റെപ്പെല്ലാം നമ്മൾ ആ കവർ ചെയ്ത വണ്ടിനേക്കാളും ശരിക്കും വൃത്തിയായിട്ട് കാണാം. ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന എലമെൻറ്റ് അട്രാക്റ്റീവാണ്. വീണ്ടും ഒരു റഡാർ ഇവിടെ വരുന്നുണ്ട്, ഷോർട്ട് റേഞ്ച് റഡാർ. അതും ഈ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും പ്രോട്ടോടൈപ്പാണ്, പക്ഷേ മറ്റേ സൈഡ് നോക്കി കാണാം ഭയങ്കര ഫിനിഷിംഗ് ആണ്. അപ്പോൾ അതെല്ലാം എയറോഡൈനാമിക്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിറർ ക്യാമ വന്നുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഓടിച്ച ട്രക്കിന് ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഇപ്പം തൽക്കാലം ഒരു ഈ ക്യാമറ വയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതെല്ലാം മേലെ ഇൻറ്റഗ്രേറ്റ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റൈലിനെ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. പ്രോ ക്യാബ് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഗിഗാ ക്യാബ് എല്ലാം ഉണ്ട്, പക്ഷേ അത് ഇപ്പോൾ തൽക്കാലം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പിന്നെ ഈ ഒരു എയർ സ്കൂപ്പെല്ലാം തന്നെ വളവ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് അതെല്ലാം എയർ ഫ്ലോ ബെറ്റർ ആക്കാനാണ്. ഇവിടെ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. ഇതും എയർ ഫ്ലോ ബെറ്റർ ആക്കിയിട്ട് ഡ്രാഗ് കുറയ്ക്കാനാണ്. ഇനി ഈ ഒരു ഭാഗമാണ് ഞാൻ പ്രഥം കാണിച്ചു തരാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ 3 ബാറ്ററി പാക്സ് ഉണ്ട്. 200 kWh 3 ബാറ്ററി പാക്ക് ഈ വീൽ ബേസിൽ വെച്ചിട്ടുണ്ട്. 4.7ഉം 4.9ഉം വീൽ ബേസിൽ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ആക്ട്രോസ് 300 400 വന്നത്. ഇത് 4.2 ആണ്, ഇത് ട്രെയിലറാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ 3 ബാറ്ററി പാക്ക് വന്നത് 3 200 കൂടുമ്പോഴാണ് 600 എന്നുള്ളത് വന്നിട്ടുള്ളത്. പിന്നെ എയർ ടാങ്ക്സും കാര്യങ്ങളും ഇവിടെ കാണാം. ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി എന്നിട്ട് നമുക്ക് ട്രെയിലർ കണക്ട് ചെയ്യാനുള്ള ഹുക്ക്. ഈ ഒരു സാധനമാണ് ട്രെയിലർ കണക്ട് ചെയ്യുന്നത്. ഇതിനാണ് 5th വീൽ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് ട്രെയിലർ ടച്ച് ചെയ്യുക. ഈ 5th വീൽ ലോഡും ബോഡിയുടെ പേലോഡിനനുസരിച്ചിട്ട് ഹെവി ആക്കാനല്ലോ ലൈറ്റ് ആക്കാനല്ലോ പറ്റും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് മെയിൻ ഒരു വേറെ എലമെൻറ്റ്. ഇവിടെയാണ് ഈ ആക്സിൽ നിൽക്കുന്നത്. ഈ ആക്സിലിൻ്റെ മേലെ തൊട്ടിപ്പുറം തന്നെയാണ് ശരിക്കും ഈ മോട്ടർ വരുന്നത്. ഈ ഒരു 400 kWh മോട്ടറാണ്. അത് പീക്ക് പവർ 600 kW വരെ നമുക്ക് വേണ്ട സമയത്ത് എക്സ്ട്രാക്ട് ചെയ്യാം. സാധാരണഗതിയിൽ നമുക്കത് വേണ്ടിയില്ല, പക്ഷേ ഹൈ റേഞ്ചിലോ കയറുമ്പോൾ എല്ലാം 600 kW ഏകദേശം 800 HP വരുന്നുണ്ട്. പിന്നെ ഈ ആക്സിലിൽ വേറെ ഡ്രൈവ് ഷാഫ്റ്റ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ പവർ ലോസ് സംഭവിക്കില്ല. ഇതിൽ എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്, കൺട്രോൾ യൂണിറ്റ് കാര്യമെല്ലാം വന്നു. ഇതിന്നാണ് പവർ ഡെലിവറി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മൊത്തത്തിൽ ഏകദേശം ഈ ആക്സിലിൻ്റെ വെയിറ്റ് വരുന്നത് 900 കിലോഗ്രാമാണ്. അതായത് ഒരു ടണ്ണോളം വരും. ഇതാണ് മെയിനായിട്ടുള്ള എൻജിൻ പാർട്ട് വരുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആക്ച്വലി 2 തരത്തിലുള്ള ചാർജിങ് സോക്കറ്റ് കാണിച്ചിടാം. ഒന്ന് ഇത് നമ്മുടെ സാധാരണ ചാർജിങ് ഇപ്പോൾ സോക്കറ്റാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ചാർജിങ്ങിൽ ഉപയോഗിക്കാം. ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുത്തി കഴിഞ്ഞാൽ 20 to 80 ചാർജിങ് നടക്കും. 1 മണിക്കൂർ സമയം എടുക്കുക. അത് റെഗുലറായിട്ട് ഇപ്പം പറ്റുന്നതാണ്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് കാണിച്ചു തരാം. ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ഇതാണ്. ഇതിന്
വേറെ തന്നെ ചാർജിങ് സോക്കറ്റാണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇത് ഷേപ്പിന് കണക്കിട്ട്. ഇത് മെഗാ ചാർജിങ് ആണ്. മെഗാ ചാർജിങ് വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര തന്നെ ഈ 20 to 80% ഹാഫ് ആൻ അവറിൽ പകുതി സമയത്ത് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആകും എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ. അപ്പം ഈ മെഗാ ചാർജിങ് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ലോഡിങ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇതെല്ലാം ചാർജ് ചെയ്ത് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുന്നൊരു വെണ്ണ പോലെ നിൽക്കുന്ന ഈ ഒരു വണ്ടിയാണ് ഈ പുതിയ ഈ ആക്ട്രോസ് 600. ഇതിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം തന്നെ ഇവിടെ കൊടുത്ത റബ്ബർ ഇതെല്ലാം പേർപ്പസ്ഫുള്ളാണ്, എയർ ഫ്ലോ കുറയ്ക്കാൻ, ആക്ച്വലി എയർ ഫ്ലോ ബെറ്റർ ആക്കാനാണ്. അപ്പോൾ ഇതെല്ലാം അതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് എവിടെ നോക്കിയാലും സ്മൂത്ത് ഫ്ലോ കാണാം. ഇത്രയും എയറോഡൈനാമിക്സ് ബെറ്റർ ആക്കി വന്നതാണ് ഈ ആക്ട്രോസിൻ്റെ ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത. ഇത് ഒഫീഷ്യലി മാർക്കറ്റിലെത്താൻ പോകുന്നത് സെപ്റ്റംബറിലുള്ള IAA, അതായത് ഇൻ്റർനാഷണൽ ഓട്ടോമോട്ടീവ് ഷോയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ മുമ്പ് ഇപ്പോൾ പ്രോട്ടോടൈപ്പാണ് നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. എന്തായാലും ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ തന്നെ അങ്ങ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് തോന്നിയുള്ള അഭിപ്രായം കമൻറ്റിൽ പറയാം. സോ എൻ്റെ കൂടെ മിഷേൽ ഗൾഫ് ഉണ്ട്. ഹീ ഈസ് എ പ്രോഡക്റ്റ് ഹെഡ് ഫോർ ദിസ് ട്രക്ക് ആൻഡ് വെൽക്കം ടു ഷോ മെക്കെ. So e-Actros 600 is a game changer, right? So first of all, the first attraction is this science fiction, futuristic look, hero kind of a look. What made you look so? Because from the Actros and Arocs, that massive, manly look, to this science fiction, what was the reason for that? So there are mainly two aspects. The first is to reduce the aerodynamics, to improve the aerodynamics. To reduce to improve the energy efficiency. And the second for sure is the design, so show that we come up here with a new product, with a new powertrain, electric driven. So there are two aspects. Great. So 600 means, as you said, 600 kilowatt hour battery. And this again, like, it will be growing, and you're actually in the lead now with the power game with competitors, even though it's diesel. So will I be able to expect some bigger numbers like 1,000 or something like that in future? For sure, there should be, with improving the technology of batteries. Great. But right now, in terms of heavy weight, so the batteries are very very heavy. So in our opinion, this is the right sweet spot to having enough payload still. But on the other side, having enough range to go on the long haul use case. Cool. Okay, having said this, you're having a Pro cab right now. Will you be coming with different cab varieties like you have for the regular trucks? So for the long haul, this is the only cab we want to deliver, but for sure in future there will be some updates also for other use cases for delivery and so on. Great. So final question, that's very personal for me. I love your SLT range of trucks. Will I be able to see an electric SLT in future? Yeah, maybe. But now it's a time to tackle the CO2 limits. And for sure, in the long haul use case, we have the most mileage on the street and exhausting CO2. So this is our impact we want to give with this truck here. Great. First. Great. Thank you so much for your time, and amazing truck. I really loved it. Nice to have you here. So guys, and we've got Christian and hi Christian, welcome to the show. And he will show us the two things mainly here. One is a charging station and where the electricity is provided from, with a transformer. Christian, so we are in the biggest one here, right? That's the we biggest can one mention about this now. So that's the Alpitronic HIP 300. Okay. It has 300 kilowatt of charging power. And it's the biggest one we have here at the moment, but Alpitronic has brought out a newer version as well with 400 kilowatt. So that's even a third more power. Will that be called the Mega one? No, that's not megawatt yet. Megawatt is 1,000 kilowatt. Okay. Right. That's also in the pipeline, but not here yet. Cool. Right. So that's being provided from our transformer station over there, where we saw that. Where we have around 1.5 megawatt of power available. Okay. It's being fed from the plant. And that's our setup here. Cool. So just to add on, what all renewable energy you use here? You just mentioned about some solar panels. So there is, we have a little bit of solar in the charging park itself. The plant has a lot more solar. There's a big project going on right now to improve that. I don't know exactly what the current state of that is, so
There's other people who have more information there. Okay. And then we also get our electricity from an energy provider Okay. with green electricity. Great. Thank you, man. Thanks so much. Thank you. Yep. ഇതാണ് നമ്മളൊരു ഇൻ്റർനാഷണൽ ഡ്രൈവിന് വന്നുള്ള ഏറ്റവും വലിയ ഗുണം. നമ്മൾ കമ്പനിയുടെ ഒരു ക്ലയൻറ്റിലെല്ലാകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ടെക്നോളജികളും എല്ലാം തന്നെ വരും. ചിലപ്പോൾ ഇന്ത്യയിലെല്ലാം വരുമ്പോൾ പല വണ്ടികളും പല ടെക്നോളജിയും വരാറില്ല. എനിവേ ഇപ്പം ഇന്ത്യയിൽ ഏതായാലും വരുന്നൊരു ട്രക്കല്ല ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നില്ല. പക്ഷേ ഇത് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ട്രക്കാണ്. ഇന്ത്യയിലും ഇപ്പോൾ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇലക്ട്രിക് ട്രക്കിനായിട്ടുള്ള. ഇവരുടെ തന്നെ ഇന്ത്യൻ കമ്പനിയുള്ള ഭാരത് ബെൻസ് ഈ കാൻറ്റർ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഇലക്ട്രിക് ട്രക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടുന്ന്. എനിവേ ഇന്നിപ്പം നമ്മൾ ഈ ആക്ട്രോസ് 600 ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്. അത് ശരിക്കും ഞാൻ തറോലി എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു ഡ്രൈവിന് കൂടെ പോയെന്ന് കാരണം ഒരു സെഷൻ നേരത്തെ നമ്മൾ ടെക്നിക്കൽ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഒരു സെഷൻ 1 hour ഡ്രൈവ് ഇട്ടപ്പോൾ ഞാൻ പോയി വന്നതാണ് ഈ ട്രക്കിൽ. ഇനിയിപ്പോൾ അവർ ചാർജ് ചെയ്യും. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ട്രക്ക് ലവേഴ്സിന് എന്തായാലും നല്ലതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമൻറ്റ് വരെ. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയറും ചെയ്യാം. അടുത്ത തവണ മറ്റൊരു ട്രക്കോ ബസ്സോ നല്ലതായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിങ്.